Hi guys, 2025 is officially to end. അതായത് 2025 കഴിയാറായി. 1.5 മാസം കൂടെ ഉള്ളൂ ഇനി 2025 വേണ്ടി. 2026 വരികയാണ്. അപ്പോൾ ചിലർക്കൊക്കെ ഇത് ഒരു വൃത്തികെട്ട വൺ ഓഫ് ദ മോസ്റ്റ് ഇയർ ആയിരിക്കും. ചിലർക്ക് വൺ ഓഫ് ദ ഗുഡ്, വെരി ഗുഡ് എന്ന് വെച്ചാൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടന്ന ഒരു ഇയർ ആയിരിക്കും. എന്തായാലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 മാസം തികച്ചില്ലെങ്കിലും 1.5 മാസമുണ്ട്. ആ 1.5 മാസത്തിൽ നമുക്ക് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഞാനൊരു 10 എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്നാമത്തതാണ് ഡീക്ലറ്റർ. അതായത് ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ എൻവയൺമെന്റൽ ഡീക്ലറ്റർ ഉണ്ട്, മെന്റൽ ഡീക്ലറ്റർ ഉണ്ട്, പിന്നെ സോഷ്യൽ ഡീക്ലറ്റർ ഉണ്ട്. അത് ഒന്ന് എൻവയൺമെന്റൽ ഡീക്ലറ്റർ എന്ന് വെച്ചാൽ റൂമും പരിസരമൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. റൂമിൻ്റെ അകത്ത് വീട്ടിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന ചെടികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ വെക്കുക, വൃത്തിയാക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. വേറെ സോഷ്യൽ ഡീക്ലറ്റർ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില ചാനലൊക്കെ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഒരു ഉപകാരമില്ലാത്ത ചാനലായിരിക്കും, ഒരു ഇൻസ്പയറും ഇല്ലാത്തൊരു ചാനലായിരിക്കും, ഒരു എന്താ പറയുക ഇപ്പോൾ ഒരു ഉപകാരമില്ലാത്ത വെറുതെ ഉള്ള എന്നുവെച്ചാൽ ഇപ്പോൾ നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള വീട്, കാറ് ഒക്കെ ഉള്ള ചാനലാണെങ്കിൽ, അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇപ്പോൾ കണ്ടിട്ട് നമ്മളെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കും. നമ്മളത് അതിനെക്കാട്ടും ചെറുതാണ്, നമുക്ക് ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള വീടില്ല, കാറില്ല, പരിസരമില്ല, അങ്ങനെയൊക്കെ വിചാരിക്കും. അങ്ങനത്തെ ചാനലൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. വേറെ മെന്റൽ ഡീക്ലറ്റർ എന്ന് പറഞ്ഞാൽ നമ്മളപ്പോൾ മെന്റലിൽ ഒരുപാട് ചിന്തകളുണ്ടാവും, ചീത്ത ചിന്തകളുണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സങ്കടങ്ങളുണ്ടാവും. അതൊക്കെ ഒഴിവാക്കുക. ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ ചെയ്യാം. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് ഓരോന്ന് കണ്ട് അങ്ങനെ ചെയ്യുക, ഇങ്ങനെ ചെയ്യുക, ശ്വാസം ഇങ്ങനെ വലിക്കുക, അകത്തേക്ക് വിടുക, അതൊക്കെ ചെയ്യാം. പിന്നെ എന്ന് പറഞ്ഞാൽ ജേർണലിങ് ചെയ്യാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജേർണലിങ്. അധിക പേർക്കും ജേർണലിങ് ഇഷ്ടമാണ്. ജേർണലിങ് എന്ന് വെച്ചാൽ വെട്ടി ഒട്ടിക്കുക അങ്ങനെയൊന്നും, അതിനേക്കാട്ടും നല്ലത് നിങ്ങൾക്ക് തോന്നുന്ന തോട്ട്സ് എഴുതി വെക്കുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ തോന്നുക അത് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെയെങ്കിലും എഴുതി വെക്കുക. അങ്ങനെ ജേർണൽ ചെയ്യാം. ഇപ്പോൾ വെട്ടി ഒട്ടിക്കണമെങ്കിൽ അതും ചെയ്യാം. നെക്സ്റ്റ് ഈസ് ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ വർഷം 2025 ചില നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവും, നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവും. അതൊക്കെ ഒരു ലിസ്റ്റായിട്ട് എഴുതി വെക്കുക. എന്നിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുന്നേ ഒന്ന് എടുത്ത് നോക്കുക. അങ്ങനെ നമുക്ക് തോന്നും ഈ വർഷം കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ നല്ല നല്ല കാര്യങ്ങൾ നടന്നിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നും. അപ്പോൾ മനസ്സിന് നല്ല ഒരു സന്തോഷവും കുളിർമയും ഒക്കെ ഉണ്ടാവും. നെക്സ്റ്റ് ഈസ് എലിമിനേറ്റ് ബാഡ് ഹാബിറ്റ്സ്. എല്ലാവരുടെയും മനസ്സിൽ ബാഡ് ഹാബിറ്റ്സ് ഉണ്ടാവും. അതിപ്പോൾ എല്ലാവരുടെ മനസ്സിൽ നല്ല ചിന്തകളുണ്ടാവും, ചീത്ത ചിന്തകളുണ്ടാവും. അതിൽ നല്ല ചിന്തകൾ മാത്രം വെക്കുക, ചീത്ത ചിന്തകൾ ഒഴിവാക്കുക. എന്നുവെച്ചാൽ പോസിറ്റീവൊക്കെ നമ്മുടെ മനസ്സിലേക്ക് കയറ്റുക, നെഗറ്റീവൊക്കെ ഒഴിവാക്കുക. ഒരിക്കലും നമ്മളെ മനസ്സിൽ നെഗറ്റീവ് പാടില്ല. അത് ചിലപ്പം നെഗറ്റീവ് മാത്രം വന്ന് ചിലർക്കൊക്കെ ഭ്രാന്തി വരുന്നുണ്ടാവല്ലോ, അങ്ങനെയൊക്കെ വരും. അതുകൊണ്ട് പോസിറ്റീവ് മാത്രം നമ്മൾ വിചാരിക്കുക. ഇപ്പോൾ ചീത്ത കാര്യങ്ങൾ നടന്നു വെച്ചാൽ ആ ഗ്രാറ്റിറ്റ്യൂഡ് ലിസ്റ്റില്ലേ അതങ്ങ് വായിക്കുക. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ തോന്നും നല്ല നല്ല കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, അത് മാത്രം വിചാരിച്ച് നടക്കുക. നെക്സ്റ്റ് ഈസ് റീഫ്രഷ് വിഷൻ ബോർഡ്.
ഞാൻ ഇതുവരെ വിഷൻ ബോർഡ് ഒന്നും തയ്യാറാക്കിയില്ല. അതിന് ഒരുപാട് സാധനങ്ങൾ വേണം, പ്രിന്റ് ചെയ്യണം, അത് ഇത് ഒക്കെ വേണം. എന്തായാലും ഞാൻ നെക്സ്റ്റ് ഇയർ ഒരു വിഷൻ ബോർഡ് തയ്യാറാക്കും, അല്ലെങ്കിൽ ഡിസംബർ അടുത്ത മാസം എന്തായാലും ഒരു വിഷൻ ബോർഡ് ഉണ്ടാക്കും. വിഷൻ ബോർഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഇയർ 2025 നമുക്ക് നമ്മളിപ്പോൾ ബക്കറ്റ് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവില്ലേ, ബക്കറ്റ് ലിസ്റ്റിൽ നമുക്കിപ്പോൾ വാങ്ങേണ്ട സാധനങ്ങൾ വാങ്ങി ഏറ്റവും കൂടുതൽ ഇപ്പം യൂട്യൂബിൽ തന്നെ 100K ആവുക, ഇൻസ്റ്റയിൽ 100K 500K അങ്ങനെയൊക്കെ ഉണ്ടാവുക. അങ്ങനത്തെ കുറച്ച് നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചിന്തയിലുണ്ടാവുമല്ലോ. എന്നുവെച്ചാൽ നമുക്ക് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, വലിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു എന്തെങ്കിലും സാധനം ഉണ്ടാവുമല്ലോ. അത് ഇപ്പോൾ ഐഫോൺ വാങ്ങുകയാണെങ്കിൽ അത് വാങ്ങി, അങ്ങനെ ആ ഫോട്ടോസൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ചെയ്ത് ഒരു വലിയ അത് ഞാൻ ഉണ്ടാക്കിയിട്ട് എന്തായാലും ഞാൻ ഇടുന്നുണ്ട്, യൂട്യൂബിൽ ഇടുന്നുണ്ട്. അത് വിഷൻ ബോർഡ് തയ്യാറാക്കുക, അത് നല്ലൊരു കാര്യം തന്നെയാണ്. നെക്സ്റ്റ് ഈസ് അപ്ഡേറ്റ് യുവർ സ്കിൻ കെയർ. ഇപ്പം എല്ലാവർക്കും, എല്ലാ ഗേൾസിനും സ്കിൻ കെയർ ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്കിൻ കെയർ. എനിക്ക് മേക്കപ്പിനെ കാട്ടും ഏറ്റവും ഇഷ്ടമുള്ള സ്കിൻ കെയർ ആണ്. ഇതുവരെ നിങ്ങൾ സ്കിൻ കെയർ ചെയ്തിട്ടില്ല എങ്കിൽ തുടങ്ങുക, സ്കിൻ കെയർ തുടങ്ങുക, സ്റ്റാർട്ട് യുവർ സ്കിൻ കെയർ. എന്താണെന്ന് വെച്ചാൽ ഓരോന്ന് സിറം, അത് ഇത് സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ അതൊന്നും തേച്ച് അങ്ങനെയുള്ള ഒരു സ്കിൻ കെയർ അല്ല. ഒരു സിമ്പിൾ ആയിട്ടുള്ള സ്കിൻ കെയർ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ക്ലെൻസർ, പിന്നെ സൺസ്ക്രീന്, മോയ്സ്ചറൈസർ, ഇത് മൂന്നും. പിന്നെ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കൊറിയക്കാരെ രഹസ്യം എന്ന് പറഞ്ഞാൽ, ഒരു സീക്രട്സ് എന്ന് പറഞ്ഞാൽ അരിപ്പൊടി, പിന്നെ യോഗർട്ട്, മിൽക്കൊക്കെ അതൊക്കെ വെച്ചിട്ടുള്ളൊരു ഫേസ് മാസ്ക്, ക്ലെൻസർ, എന്തൊക്കെയാ ഫേസ് പാക്ക് അതൊക്കെ ഉണ്ടാവില്ലേ, അത് ചെയ്യുക, അതുണ്ടാക്കുക. ഞാൻ അങ്ങനെയാണ് ചെയ്യുക. കൊറിയക്കാരെ സീക്രട്സ് ആണെന്നാണ് പറയുക, അതാണോ അല്ലോ എനിക്കറിയില്ല. ഞാൻ അതാണ് ചെയ്യുക. അതെന്തായാലും ഞാൻ യൂട്യൂബിലിടും. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടായിരുന്നു തോന്നുന്നു, ഞാൻ നോക്കാം, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇടാം. അപ്പോൾ അപ്ഡേറ്റ് യുവർ സ്കിൻ കെയർ. നല്ലൊരു മോയ്സ്ചറൈസർ, നല്ലൊരു സൺസ്ക്രീൻ, നല്ലൊരു ക്ലെൻസർ, ഇത് 3 മതി നമുക്കൊരു സ്കിൻ കെയർ ചെയ്യാൻ. അല്ലാണ്ട് വേറെ സിറവും മോയ്സ്ചറൈസറും, ഓരോ മോയ്സ്ചറൈസർ നമ്മളിപ്പോൾ സ്ട്രീക്സിൻ്റെ, മാമഎർത്ത്, ഡാസർ, അങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും ട്രൈ ചെയ്യില്ലേ, അങ്ങനെയല്ല ചെയ്യേണ്ടത്. ട്രൈ ചെയ്തിട്ട് ഓരോന്നും നമ്മൾ ഇടാൻ പാടില്ല, ഒരെണ്ണം. ഇപ്പം ഞാനിപ്പോൾ മാമഎർത്തിൻ്റെ അല്ല യൂസ് ചെയ്യാറ്, സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ എല്ലാം. എനിക്ക് ഐലൈനറും ലിപ്സ്റ്റിക്കും മാത്രമേ ഉള്ളൂ ഡാസർ ഉണ്ട്. ബാക്കിയെല്ലാം എനിക്ക് ഇതിൻ്റെ മാമഎർത്തിൻ്റെ ആണ്. പിന്നെ എനിക്ക് സെറം എന്ന് പറഞ്ഞാൽ 18 വയസ്സ് കുട്ടികൾക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. എന്തായാലും ഞാൻ യൂസ് ചെയ്യാറില്ല, സെറം ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഫങ്ഷനൊക്കെ പോകുമ്പോൾ, വെഡിങ് ഫങ്ഷനൊക്കെ പോകുമ്പോൾ ഞാനിടും. ബട്ട് സ്കൂളിൽ പോകുമ്പോൾ ഒന്നും ഞാൻ ഇടാറില്ല ഗൈസ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു നല്ല സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന ഒരു ഗേളാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ, നേരെ പോയി അലമാര തുറക്കുക, ഓരോ പ്രൊഡക്ട്സും നോക്കുക, അതിൻ്റെ എക്സ്പയർഡ് ഡേറ്റ് നോക്കുക. എക്സ്പയർഡ് കഴിഞ്ഞതാണെങ്കിൽ കളയുക. എനിക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറയാണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ കൊല്ലത്തിന് മുന്നേ ഉള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും ഞാൻ നോക്കുമ്പോൾ എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എക്സ്പയർഡ് ഡേറ്റ് കഴിഞ്ഞ പ്രോഡക്ട്സ് ഒക്കെ കളയുക. നെക്സ്റ്റ് ഈസ് ലേൺ സംതിങ് ന്യൂ. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് MD പഠിക്കണം, MTech പഠിക്കണം, MBA പഠിക്കണം, അതൊന്നുമല്ല. എന്താണെന്ന് വെച്ചാൽ പുതിയൊരു സാധനം ബേക്ക് ചെയ്യാൻ പഠിക്കുക, ക്രാഫ്റ്റ് ചെയ്യുക, പിന്നെന്താ ഡിഷ്, പുതിയ ആർക്കും അറിയാത്തൊരു പുതിയ ഡിഷ് മേക്ക് ചെയ്യാൻ പഠിക്കുക.
ലേൺ എ ലാംഗ്വേജ്, ന്യൂ ലാംഗ്വേജ് പഠിക്കുക ഒക്കെ ചെയ്യാം. പിന്നെ അധിക ആൾക്കാരും ഈ K-pop, K-drama, BTS അതൊക്കെ തലയിൽ കൊണ്ട് നടക്കുന്ന ആൾക്കാരായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ്. അങ്ങനെയുള്ള ആൾക്കാരെന്ന് വെച്ചാൽ കൊറിയൻ ലാംഗ്വേജ് ഇഷ്ടമായിരിക്കുമല്ലോ, കൊറിയൻ പഠിക്കുക. കൊറിയൻ തന്നെ ആണെന്നില്ല, എ ന്യൂ ലാംഗ്വേജ്, ലേൺ എ ന്യൂ ലാംഗ്വേജ്, അത് പഠിക്കുക. നെക്സ്റ്റ് ഈസ് പ്രാക്ടീസ് മിറർ അഫർമേഷൻ. മിറർ അഫർമേഷൻ പറയുന്നതിന് മുന്നേ അഫർമേഷൻ എന്താണെന്ന് പറയാം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ ആവർത്തിച്ച് എടുത്തെടുത്ത് പറയുക, അതാണ് അഫർമേഷൻ. മിറർ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അതെന്ന് വെച്ചാൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരും. അതിനൊക്കെ സഹായിക്കുന്നതാണ്. സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ മിറർ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ. മിറർ അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ, ഐ ആം ലവ്ഡ്, ഐ ആം വർത്തി, ക്യാപ്പബിൾ, അങ്ങനെ പറഞ്ഞ് ഇപ്പം എൻ്റെ ക്യാമറയാണ്, എൻ്റെ ഫോണാണ് എൻ്റെ മിറർ എന്ന് പറഞ്ഞാൽ അങ്ങനെ എൻ്റെ റിഫ്ലക്ഷൻ അല്ലേ ഇതിനകത്ത് പതിക്കുക. എൻ്റെ കണ്ണല്ലേ ഞാൻ കാണുക, എൻ്റെ മുകളിൽ കാണുക. അതുകൊണ്ട് നമ്മളിപ്പം ഇതന്നെ നല്ല കാര്യങ്ങളിപ്പോൾ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ബ്രെയിന്, ബോഡി എല്ലാത്തിനും കേൾക്കാനും പറ്റും, കാണാൻ പറ്റും. ഇപ്പോൾ ആരുമില്ല, ആരും സഹായിക്കുന്നില്ല, എല്ലാവരും തള്ളി പറയുകയാണെങ്കിൽ നമ്മളിങ്ങനെ എനിക്കാരുമില്ല, എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ ആരും വേണ്ട, അങ്ങനെ പറഞ്ഞു പോയാൽ നമ്മളെ ബ്രെയിനിനത് തോന്നും, ഓ എനിക്കാരുമില്ല, ഇയാൾക്കാരുമില്ല, അങ്ങനെ ബ്രെയിന് വിചാരിക്കും. അല്ലാന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം, ഐ ആം ലവ്ഡ്, എനിക്ക് എല്ലാവരും ഉണ്ട്, എല്ലാവരും സ്നേഹിക്കുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നം വന്നാൽ എല്ലാവരും ഉണ്ടാവും. അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മളെ ബ്രെയിനിനത് സ്റ്റോറായിട്ട് ബ്രെയിനിന് തന്നെ ഒന്ന് തോന്നും, എനിക്ക് എല്ലാവരും ഉണ്ട്, ഇയാൾക്ക് എല്ലാവരും ഉണ്ട് എന്ന് തോന്നിയിട്ട് സെൽഫ് കോൺഫിഡൻസ് ഇൻക്രീസ് ചെയ്യും. നെക്സ്റ്റ് ഈസ് അറ്റ് ലാസ്റ്റ് 10 ഗൈസ്. പാർട്ട് 2 വരുന്നുണ്ട്. പാർട്ട് 1 ആണ് ഗൈസ്. പാർട്ട് 2 എന്തായാലും വരും. പാർട്ട് 1ന്റെ ലാസ്റ്റ് മേക്ക് എ മോർണിംഗ് റൊട്ടീൻ. ഞാൻ അങ്ങനെ വലിയ മോർണിംഗ് റൊട്ടീനൊന്നുമുള്ള ആളല്ല. ചില സമയത്ത് ഭയങ്കര ലേറ്റായിട്ട് എനിക്കും. സൺഡേ, സാറ്റർഡേ എനിക്ക് അങ്ങനെ ലേറ്റായിട്ട് എണീക്കാൻ പറ്റൂല. ബിക്കോസ് എനിക്ക് ട്യൂഷൻ ഉണ്ട് ഗൈസ്. ഒന്നുകിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും സ്കൂളിൽ, അല്ലെങ്കിൽ ട്യൂഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ട്യൂഷനിൽ സ്പെഷ്യൽ ക്ലാസ് ഉണ്ടാവും 12 മണി വരെ, 1 മണി വരെ, 4 മണി വരെ ഒക്കെ ഉണ്ടാവും. ബട്ട് സൺഡേസിൽ ഞാനൊരു 12 മണിക്കായിരിക്കും ഗൈസ് എണീക്കുക. 12 മണി പോട്ടെ 10 മണി. ഇന്ന് തന്നെ ഞാൻ 10 മണിക്കാണ് എണീച്ചത് ഗൈസ്. ഞാൻ വിളിക്കാറില്ല, ഞാൻ പറയും അങ്ങനെ വിളിക്കരുത്, സൺഡേസിൽ ഞാൻ വിളിച്ചാൽ ഞാൻ എണീക്കൂലാന്ന്. ഇന്ന് തന്നെ ഞാൻ 10 മണി കഴിഞ്ഞിട്ടാണ് ഗൈസ് എണീച്ചത്. പിന്നെ ഇതിന് ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് റൊട്ടീൻ എഴുതി വെക്കുക. ഇപ്പോൾ പിറ്റേന്നത്തെ കാര്യം, ചെയ്യേണ്ട കാര്യം നമ്മളിപ്പോൾ എഴുതി വെക്കുക. ഒരു ടു ഡു ലിസ്റ്റ് വേണ്ട, വേറെ ഏതെങ്കിലും നോട്ട്ബുക്ക് എടുക്കുക, അതിൽ എഴുതി വെക്കുക. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം നോക്കുമ്പം എനിക്ക് ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. പല്ല് തേക്കണം, കുളിക്കണം, അങ്ങനെ എനിക്കുണ്ടാവുക. അങ്ങനെ ഞാൻ ഇങ്ങനെ എഴുതി വെച്ചാൽ ഞാൻ ഓരോന്നും എടുക്കും. ആ ബോക്സിൽ ടിക്കിടാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ അങ്ങനെ നോക്കി പല്ല് തേക്കും, നോക്കി വെള്ളം കുടിക്കും, കുളിക്കും, അങ്ങനെ ഞാൻ ചെയ്യാം. അതിപ്പോൾ എല്ലാവർക്കും വർക്കാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് വർക്കാവാറുണ്ട്. അതാണ് മേക്ക് എ മോർണിംഗ് റൊട്ടീൻ. അങ്ങനെയാണെങ്കിൽ നേരത്തെ അതിപ്പോൾ ശീലമാവും. 6 മണിക്ക് എണീക്കുകയാണെങ്കിൽ എല്ലാ ദിവസം അല്ല,
ഞായറാഴ്ച ഒഴികെ എല്ലാ ദിവസവും. ഇപ്പോൾ ട്യൂഷനൊന്നും പോകാത്ത ആൾക്കാരാണെങ്കിൽ ശനിയാഴ്ചയും ഞായറാഴ്ച മാത്രമായിരിക്കും നിങ്ങൾ ലേറ്റായിട്ട് എണീക്കുക. ഞാൻ ഞായറാഴ്ച മാത്രമേ ലേറ്റായിട്ട് എണീക്കാറുള്ളൂ. ഇപ്പം ട്യൂഷൻ ഇല്ലാത്ത ശനിയാഴ്ച ആണെങ്കിൽ ഞാൻ ലേറ്റായിട്ട് എണീക്കും ഓഫ് കോഴ്സ്. അപ്പോൾ ഗൈസ് പാർട്ട് 1 കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി പാർട്ട് 2 എഴുതിയതാണ് എഴുതിയിട്ട് ഞാൻ അയക്കുന്നല്ല, യൂട്യൂബിൽ ഇടുന്നതായിരിക്കും. പാർട്ട് 2 ഉടനെ വരുന്നതായിരിക്കും. കമ്മിങ് സൂൺ. പാർട്ട് 2 ഈസ് കമ്മിങ് സൂൺ ഗൈസ്. അപ്പോൾ ബൈ.